ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ വിൽക്കുന്ന കേക്കുകളിൽ വെച്ചിട്ട് ഏറ്റവും വില കൂടിയതും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് റെസിപ്പിയാണ്. ഇപ്പോൾ ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി കേക്കാണ്. അപ്പോൾ ഏത് കേക്കാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഫെറാറോ റോഷർ കേക്കാണ് ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്നോട് ചില ആളുകളൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടുകാരിൽ ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വീഡിയോ ഇടുമെന്ന്. അപ്പോൾ ഒന്നും എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു റെസിപ്പിയാണ് ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചോക്ലേറ്റ് ലവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കേണ്ട കേക്ക് റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നേരെ വീഡിയോയിലൂടെ കണ്ടു നോക്കാം. ഞാനിവിടെ 1.5 kg അളവിൽ വരുന്ന ഫെറാറോ റോഷർ കേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്കതിലേക്ക് 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് കറക്റ്റ് മെഷർമെൻ്റ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ ചെക്ക് ചെയ്താൽ മതി. 1/4 കപ്പ് മൈദയും 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ കോൺഫ്ലോർ എത്രയാണോ എടുത്തത് അത്രയും തന്നെ നമുക്ക് കൊക്കോ പൗഡർ യൂസ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ നല്ല ഡാർക്ക് കൊക്കോ പൗഡർ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ബേക്കിംഗ് പൗഡറാണ്, ബേക്കിംഗ് സോഡയല്ല കേട്ടോ, ബേക്കിംഗ് പൗഡറാണ്. അങ്ങനെ അത് ഇതിലേക്ക് 1.5 ടീസ്പൂണാണ് വേണ്ടത്. നമ്മൾ 1.5 kg അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബേക്കിംഗ് പൗഡർ ഇതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 2-3 തവണ അരിച്ചെടുത്താലും മതി കേട്ടോ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ. അപ്പോൾ ഞാൻ ഈ വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ട് അതിലേക്ക് 6 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ 6 മുട്ടയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഡ്രൈ ആയിട്ടുള്ള ബൗളായിരിക്കും, പ്രത്യേകം തന്നെ ശ്രദ്ധിക്കണേ. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഈ മുട്ടയെല്ലാം പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്ത ശേഷം അതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. അതൊരു 1.5 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1.5 ടീസ്പൂൺ അതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതും ബീറ്റ് ചെയ്ത് തുടങ്ങാം. അതൊരു 40 സെക്കൻഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാര 1 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പൊടിച്ചിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് 1.5 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പൊടിച്ചിട്ടാണെങ്കിൽ, പൊടിക്കാതെയാണ് 1 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ പഞ്ചസാരയൊക്കെ മെൽറ്റ് ആവുന്നവരെ, നല്ല ഫ്ലഫി ആവുന്നവരെ ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. പഞ്ചസാര പൊടിയുന്നില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പൊടിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കട്ടെ. പഞ്ചസാര മെൽട്ടാവില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, അപ്പോൾ ചെറിയ തരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൊടിക്കാതെ ചേർത്താൽ മതി. അപ്പോൾ അത് നല്ല ഫ്ലഫി ആയിട്ട് വന്ന ശേഷം അതിലേക്ക് ഞാനിവിടെ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ ന്യൂട്ടല്ലയാണ്. ഈ ഒരു കേക്കിൻ്റെ ഫ്ലേവർ തന്നെ ന്യൂട്ടല്ലിൻ്റെ ഫ്ലേവർ വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ന്യൂട്ടല്ല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ന്യൂട്ടല്ലൊക്കെ ചേർക്കുന്നതുകൊണ്ടാട്ടോ നമ്മുടെ ഈ കേക്ക് നല്ല കോസ്റ്റ്ലി ആവുന്നത്. പിന്നെ അതുപോലെ തന്നെ 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലോ സ്പീഡിലിട്ടിട്ട് അതെല്ലാം ഒന്ന് മിക്സ് ആവുന്നവരെ ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. ലോ സ്പീഡിലിട്ടിട്ട് മാത്രമേ ചെയ്യുക. ഹൈ സ്പീഡിൽ ഇട്ടാലും നമ്മുടെ ബാറ്ററി ലൂസായി പോയിട്ട് നമ്മൾക്ക് കേക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല. അത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയി എന്ന് കണ്ടാൽ അപ്പോൾ തന്നെ ബീറ്റിംഗ് നിർത്തിയിട്ടതിന് ശേഷം നമുക്ക് വിസ്ക് ഒഴിവാക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് വഴി ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാം കൂടെ ഒരുമിച്ചിടരുത്. എല്ലാം കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുത്താൽ മതി. പിന്നെ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് നേരത്തെ തന്നെ മോൾഡ് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓവൺ ഇല്ലാതെയാണ് നമ്മളിത് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 9 ഇഞ്ചിൻ്റെ മോൾഡാണ് ഞാൻ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിതാ ഇതുപോലെ സൈഡിലൊക്കെ ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുത്തത്. ഇത് വല്ലാണ്ട് ഹൈറ്റ് ഇല്ലാത്ത മോൾഡ് ആയതുകൊണ്ടാണ് സൈഡിലൊക്കെ ഇതുപോലെ കുറച്ച് ഹൈറ്റിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു മോൾഡിലേറെ കൂടുതൽ കേക്ക് പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ സൈഡിലൊക്കെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുള്ളത്. 9 ഇഞ്ചിൻ്റെ മോൾഡിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബാറ്ററൊക്കെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് മുന്നേ തന്നെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പാത്രം. അതിലേക്ക് ഇറക്കി വെക്കുകയാണ്. അപ്പോൾ അതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പ്രീ ഹീറ്റ് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് പ്രീ ഹീറ്റ് ആയിട്ടില്ല ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് ഇത് ഇറക്കി വെക്കുന്നത്. റിങ് വെച്ചിട്ടാണ് കേട്ടോ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ, അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാത്തത്. എന്നിട്ട് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഫസ്റ്റത്തെ 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഇറക്കി വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ ആ ഒരു ഗ്ലൗസ് ഇല്ലാത്തതുകൊണ്ട് ഞാനങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കൈ പൊള്ളുമോ എന്നുള്ളൊരു പേടി.
എന്നിട്ട് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് ബേക്ക് ചെയ്തിട്ട് ആദ്യത്തെ 2 മിനിറ്റ് ഞാൻ പറഞ്ഞല്ലോ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊരു 40 മിനിറ്റ് മാക്സിമം പോയൊരു 45 മിനിറ്റേ ആവുള്ളൂ കേട്ടോ. അതുവരെ ഒന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു 1.5 kg കേക്കിലേക്ക് വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് ന്യൂട്ടെല്ല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4-5 ടേബിൾ സ്പൂൺ ന്യൂട്ടെല്ല ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല സ്റ്റിഫായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ. എന്നാൽ തന്നെ നല്ല ന്യൂട്ടെല്ലൻ്റെ ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കേക്കൊക്കെ ബേക്കായിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ കേക്കൊക്കെ തണുത്ത ശേഷം നമുക്ക് ലെയറാക്കി എടുക്കാം. നല്ല സോഫ്റ്റ് കേക്കായിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ കേക്കൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് 3 ലെയേഴ്സായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഞാൻ വിപ്പിംഗ് ക്രീം 2 കപ്പ് എടുത്തെന്ന് പറഞ്ഞല്ലോ, അത് ടോട്ടലായിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഗനാഷ് വേണം. അപ്പോൾ അതിലേക്ക് വേറെ എക്സ്ട്രാ ശരിക്കും ഒരു 1.25 കപ്പൊക്കെ വിപ്പിംഗ് ക്രീം മതിയാവും. കറക്റ്റായിട്ട് നമ്മൾ 1.5 kg ഒക്കെ ചെയ്യുന്നതിന് 1.25 കപ്പ് വിപ്പിംഗ് ക്രീമൊക്കെ മതി കേട്ടോ. അങ്ങനെ 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുമുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഹാസൽനട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട്, അപ്പോൾ ഞാനിത് ഓവനിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു പാനിൽ വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. നമുക്കിതിൻ്റെ ഈ ഒരു കേക്ക് ലെയേഴ്സിൻ്റെ ഇടയിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഇതിലേക്കുള്ളൊരു ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ഷുഗർ സിറപ്പ് ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് 3/4 കപ്പ് പഞ്ചസാരയും അതിലേക്ക് ഒരു 1.25 കപ്പ് ഇങ്ങനെ വെള്ളവും ചേർത്ത് പിന്നെ ഒരു 1/4 കപ്പ് പാലും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ന്യൂട്ടെല്ല കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു ഷുഗർ സിറപ്പ് റെഡിയാക്കിയത്. പിന്നെ കണ്ടൻസ് മിൽക്ക് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ ചേർത്തിട്ടാണ് ഞാൻ ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ബ്രഷ് ചെയ്തിട്ടൊന്ന് ലെവലാക്കി ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ക്രീം വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചുകൂടെ ന്യൂട്ടെല്ല അതിൻ്റെ ഫ്ലേവർ ഒന്നും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ന്യൂട്ടെല്ല കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് പാലൻ നൈഫ് ഉപയോഗിച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഹാസൽനട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത് അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതൊന്ന് ഇതിൽ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ചെറിയ തരികളായിട്ടുള്ളൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട കേട്ടോ. കുറച്ചൊക്കെ കടിക്കാൻ പാകത്തിലുള്ള ഇതിൻ്റെ മേലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് തരികളായിട്ടുള്ളത് നമുക്ക് ചോക്ലേറ്റ് ഗനാഷിലേക്ക് യൂസ് ചെയ്യാം. അങ്ങനെ 2ാമത്തെ ലെയറും സെയിം ഇതുപോലെ തന്നെ ചെയ്യുക. സൈഡൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കുക കറക്റ്റ് ആകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. ന്യൂട്ടെല്ലയ്ക്ക് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഈ ഷുഗർ സിറപ്പിന് തന്നെ പ്രത്യേക ഒരു ഫ്ലേവറാണ്. അപ്പോൾ ഈ കേക്കിലൊക്കെ ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ന്യൂട്ടെല്ല ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ളത് ഈ ഒരു കേക്ക്. അതുപോലെ ഹാസൽനട്ട് അതിനൊക്കെ റേറ്റ് കൂടുതലാണല്ലോ. അപ്പോൾ അതാ 2ാമത്തെ ലെയറും ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ന്യൂട്ടെല്ല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഹാസൽനട്ട് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. അതേ സെയിം പ്രൊസീജിയർ തന്നെ ചെയ്യുക കേട്ടോ. ആദ്യം ചെയ്ത അതേ പ്രൊസീജിയർ തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ നട്ട്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 3rd ലെയറും വെച്ച് കൊടുത്തിട്ട് നമുക്ക് ക്രം കോട്ടിങ് ചെയ്തിട്ട് ഫ്രിഡ്ജിലൊരു 15 മിനിറ്റൊക്കെ ഒന്ന് വെച്ചിട്ട് 15 അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ ഒന്ന് വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അങ്ങനെ 3ാമത്തെ ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ക്രം കോട്ടിങ് ചെയ്യുമ്പോൾ കൂടുതൽ ക്രീമിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ. വളരെ കുറച്ച് ക്രീം യൂസ് ചെയ്താൽ മതി. നമ്മൾ ഫൈനൽ ഫ്രോസ്റ്റിംഗ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ക്രീം എടുക്കേണ്ടത്. അപ്പോൾ ക്രം കോട്ടിങ് ചെയ്യുമ്പോൾ ആ ക്രംസ് ഒന്നും ഇനി ഫൈനൽ ഫ്രോസ്റ്റിംഗ് ചെയ്യുമ്പോൾ ആ ഒരു ക്രീമിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ക്രം കോട്ടിങ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ കുറച്ച് സമയം വെക്കുന്നത്. അപ്പോൾ നമുക്ക് ക്രം കോട്ടിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് ക്രീം സൈഡിലൊക്കെ ഇങ്ങനെ വരുന്ന ക്രീമൊക്കെ തന്നെ മതി സൈഡിലേക്കൊക്കെ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ക്രം കോട്ടിങ് ചെയ്തിട്ടെടുക്കാം. മുകൾ ഭാഗമൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ക്രീമൊക്കെ ബീറ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചാൽ എയർ ബബിൾസ് വരും കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഒരു ചെയ്യുന്ന സമയത്ത് തന്നെ ചെയ്യപ്പോൾ എൻ്റെ ചെറുതായിട്ട് എയർ ബബിൾസ് വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചെറിയ എയർ ബബിൾസ് വരുന്നത്. പിന്നെ നമ്മൾ ചൂടുവെള്ളത്തിലൊക്കെ പൈലറ്റ് നൈഫൊക്കെ വെച്ചിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ ആ ഒരു എയർ ബബിൾസൊക്കെ പോയി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയതിന് ശേഷം പുറത്തേക്ക് എടുത്തിട്ട് ഫൈനൽ ഫ്രോസ്റ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും നല്ല ക്ലീൻ ആക്കിയിട്ട് എടുക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണോ ഇങ്ങനെ എയർ ബബിൾസ് പോലെ കാണുന്നില്ലേ ക്രീമില്ലേ, അത് ഇതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ ഇതിലേക്ക് ന്യൂട്ടെല്ലയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് എയർ ബബിൾസ് വരും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം അതുപോലെ ഓവർ ബീറ്റ് ആയാലും ഇതുപോലെ വരും. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് നല്ലത്. നമ്മളിപ്പോൾ ക്രീം ബീറ്റ് ചെയ്ത ഉടനെ തന്നെ ഐസിങ് ചെയ്യുന്നതാണ്. നമ്മൾ ഓരോ കേക്ക് ചെയ്യുമ്പോഴല്ലേ ഓരോ പുതിയ അറിവുകൾ നമുക്ക് കിട്ടുക. അപ്പോൾ അതുപോലെ എനിക്ക് കിട്ടിയിട്ടുള്ളൊരു കുഞ്ഞറിവാണ് നിങ്ങളുമായിട്ട് ഞാനിവരെ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാ നമ്മളെ കേക്കൊക്കെ ഏകദേശമൊക്കെ ലെവലാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. സൈഡൊക്കെ നമ്മളെക്കൊണ്ട് അതിനായി മാക്സിമം. പിന്നെ ഇതിന് ഒരുപാട് ഫിനിഷിങ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ മുകളിൽ നമ്മൾ ഗനാഷ് ഒഴിക്കാനുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഫിനിഷിങ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ.
പിന്നെ ഇവിടെ ഗനാഷ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. 1 കപ്പ് ചോക്ലേറ്റിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്തിട്ട് ഗനാഷ് ഉണ്ടാക്കിയത്. ബട്ടറൊന്നും ചേർത്തിട്ടില്ല, ഒരുപാട് ഗ്ലേസിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ ഈ ഒരു കേക്കിന്. നമുക്ക് ഒരു ഫെറാറോ റോഷറിൻ്റെ ലുക്കിലല്ലേ കിട്ടേണ്ടത്. അപ്പോൾ 1 കപ്പ് ചോക്ലേറ്റിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്തിട്ടാണ് ഇത് റെഡിയാക്കി. വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തിട്ടുള്ള ഹാസൽനട്ട് അല്ലെങ്കിൽ കാഷ്യൂ നട്ട് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഏതെങ്കിലും ഒരു നട്ട്സ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഹാസൽനട്ടിൻ്റെ ബാക്കി പൊടികളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇതിലേക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇതുപോലെ മിക്സ് നമ്മൾ ഫെറാറോ റോഷറിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ നട്ട്സൊക്കെ ഉള്ള പോലെയല്ല നമ്മുടെ ഒരു ഇതുണ്ടാവാം. പിന്നെ ഈ ഒരു ചോക്ലേറ്റ് ഞാൻ ഫുള്ള് ഡാർക്ക് ചോക്ലേറ്റ് അല്ല എടുത്തിട്ടുള്ളത്, 1/4 ഭാഗം മിൽക്ക് കോമ്പൗണ്ടാണ് എടുത്തിട്ടുള്ളത്. ഒരു ഫുള്ള് ഡാർക്ക് ആകുമ്പോൾ നമുക്ക് ഒരു കറക്റ്റ് ഫെറാറോ റോഷറിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ മിൽക്ക് കോമ്പൗണ്ടും പിന്നെ 1/4 ഭാഗം മാത്രമേ ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുള്ളൂ. അങ്ങനെ രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ഗനാഷ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇതിലേക്ക് നട്ട്സ് കൂടെ ചേർക്കുമ്പോൾ നല്ല തിക്കായിട്ടുള്ള ഗനാഷായിട്ട് വരും. അപ്പോൾ നമ്മളിങ്ങനെ സ്പാച്ചിൽ വെച്ചിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് ലൂസിൽ ഒന്നുകൂടെ ഒന്ന് തണുത്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കുറച്ച് തണുത്ത് പോയിട്ട് അപ്പോൾ ഒന്നും കൂടെ ഞാൻ ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിത് നല്ല ടൈറ്റായപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് വീട്ടിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ഓവറായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ സൈഡിലൊക്കെ ഇതുപോലെ ഒന്ന് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടൊന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ചെയ്തിട്ടുള്ളത്. ഡബിൾ ബോയിൽ ചെയ്തതാണ്, വീണ്ടും എടുത്തിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുത്തത്. മേലെ മുകളിലുള്ളത് തന്നെ നന്നായിട്ട് തിക്കായപ്പോയപ്പോൾ അത് ചെയ്തു. പിന്നെ സ്പാച്ചിലൊക്കെ വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടോ, ആ ഒരു നട്ട്സിൻ്റെ ആ ഒരു പൊടികളൊക്കെ ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് ഫെറാറോ റോഷറിൻ്റെ പോലെ ഒരു ലുക്കും കിട്ടും. പിന്നെ ഞാൻ ഫെറാറോ റോഷറിൻ്റെ കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ചെറുതും ഉണ്ട് അതുപോലെ വലുതും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഡെക്കറേഷന് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്താൽ വേറെ ഏതെങ്കിലും ചോക്ലേറ്റൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ വലിയ ടൈപ്പിലുള്ള ഫെറാറോ റോഷർ ചോക്ലേറ്റും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ, കാരണം ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഏത് രീതിയിലാണ് ഭംഗിയെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്തിട്ടൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു ഗോൾഡൻ കളർ കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഗോൾഡൻ ലീഫ് ഇങ്ങനെ സൈഡിലൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഷുഗർ ബോൾസ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് ഷുഗർ ബോൾസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാണാനൊരു ലുക്കിന് വേണ്ടി മാത്രമാണ് കേട്ടോ അതൊക്കെ ചെയ്യണത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് മെത്തേഡും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഫുള്ളായിട്ട് ഇങ്ങനെ ഗനാഷ് ഒഴിക്കണമൊന്നും ഇല്ല കേട്ടോ. സൈഡൊക്കെ ഡ്രിപ്പിങ് എഫക്റ്റ് കൊടുത്തിട്ട് അങ്ങനെയും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഷുഗർ ബോൾസൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അതുപോലെ നല്ല ടേസ്റ്റിയാണ് ഈ ഒരു കേക്ക്. ന്യൂട്ടെല്ലൻ്റെ ഫ്ലേവറും അതുപോലെ ചോക്ലേറ്റ് കേക്ക് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ ഒരു കേക്ക് എന്തായാലും ഇഷ്ടമാവും. പേഴ്സണലി എനിക്ക് ചോക്ലേറ്റ് കേക്കിനോടാണ് കൂടുതൽ ഇഷ്ടം. ഓരോരുത്തർക്കും ചിലർക്ക് ചോക്ലേറ്റ് കേക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ ആ രീതിയിൽ അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത ശേഷം കട്ട് ചെയ്തിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് കേക്ക് എപ്പോഴും ഒരു ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇത് ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കുമ്പോൾ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ചിലരൊക്കെ ഓർഡർ തരുമ്പോൾ രാവിലെ പറഞ്ഞിട്ട് വൈകുന്നേരത്തേക്ക് കേക്ക് പറയുമ്പോൾ ഞാൻ പറയാറുണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു ദിവസമെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് കേക്ക് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് ആ ഒരു കേക്കിന് അതിൻ്റേതായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പിയാണ്. ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ എന്തായാലും ഇഷ്ടമാവും. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഉണ്ടാക്കി നോക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്